ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് ബ്രൂണിൽ എഴുതപ്പെട്ട കർത്താവിന്റെ വിശ്വാസവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: യേശുവും ശിഷ്യന്മാരും വലിയ ജനാവലിയോടുകൂടെ ജെറിഹോ വിട്ട് ജെറുശലേമിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ വഴിയരികിൽ ബർത്തിമേയോസ് എന്ന ഒരു അന്ധയാചകനെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവാണ് പോകുന്നത് അറിഞ്ഞുകൊണ്ട് ഈ അന്ധയാചകൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പല ആളുകളും അവനെ ശകാരിക്കുമ്പോൾ അവനതൊന്നും വകവെക്കാതെ കൂടുതൽ ശബ്ദത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. യേശുതമ്പുരാൻ നിന്ന് അവനെ വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ കൂടെയുള്ള ആളുകൾ അവനെ എടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. യേശുതമ്പുരാൻ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? കർത്താവിനോട് അവൻ മറുപടി പറയുന്നത്: എനിക്ക് കാഴ്ച കിട്ടണം ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. യേശുതമ്പുരാൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവന് കാഴ്ച ലഭിച്ചു എന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് അവന്റെ വിശ്വാസം? യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ എന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ് അവന്റെ വിശ്വാസം. കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഏത് വലിയ പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ അവന് സാധിക്കും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനം അതോട് ചേർന്ന് ഈ മനുഷ്യൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ വന്നാൽ ഏത് കീറാമുട്ടിയായ പ്രശ്നങ്ങളും ഏത് ബാലികേറാ മലയും എനിക്ക് അനായാസേന പരിഹരിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മടുത്തു പോകാതെ, തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്കിടയാകട്ടെ. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക്, പ്രയാസ മേഖലകളിലേക്ക് കർത്താവിനെ ക്ഷണിക്കാം. കർത്താവിനോട് പറയാം: കർത്താവേ, എന്നിൽ കനിയണമേ, എന്റെ പ്രശ്നത്തിന് മേൽ നീ ഇടപെടണമേ, ഈ പ്രശ്നത്തെ പരിഹരിച്ചു തരണമേ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.